മാസം പ്രായമുള്ള കുഞ്ഞിനെ 15കാരൻ പീഡിപ്പിച്ചു. ഉത്തർപ്രദേശിലെ ബാഗ്പത്തിലാണ് നാടിനെ നടുക്കിയ സംഭവം നടന്നത്. പിഞ്ചു കുഞ്ഞിനെ അയൽവാസിയായ 15കാരൻ തന്റെ വീട്ടിലേക്ക് എടുത്തുകൊണ്ടുപോയി. അല്പനേരത്തിനുള്ളിൽ കുഞ്ഞ് ബഹളം വെച്ച് കരയുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ വീട്ടുകാർ അയൽവാസിയുടെ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് 15കാരൻ പിഞ്ചു കുഞ്ഞിനോട് ലൈംഗിക അതിക്രമം കാണിക്കുന്നത് കണ്ടത്. നാട്ടുകാരാണ് 15കാരനെ പോലീസിന് കൈമാറിയത്. വൈദ്യപരിശോധനയിൽ കുഞ്ഞ് ലൈംഗിക അതിക്രമത്തിന് ഇരയായെന്ന് കണ്ടെത്തി. പിന്നാലെ 15കാരനെ ജുവനൈൽ ഹോമിലേക്ക് മാറ്റി. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുഞ്ഞ് അപകടനില തരണം ചെയ്തതായും സംഭവത്തിൽ ബലാത്സംഗത്തിനും പോക്സോ വകുപ്പുകളും ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ അറിയിച്ചു. രണ്ടു വർഷം മുമ്പ് സ്കൂളിൽ വെച്ചുണ്ടായ അടിപിടിയെ ചൊല്ലി വാക്കുതർക്കം. 17കാരന് ക്രൂരമർദ്ദനം. മലപ്പുറം വണ്ടൂർ ഐനിക്കോടാണ് 17കാരനെ സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചത്. ചെമ്പറശ്ശേരി സ്വദേശി മുഹമ്മദിന്റെ മകൻ അൻഷാദിനാണ് മർദ്ദനമേറ്റത്. മർദ്ദനത്തിൽ കുട്ടിയുടെ കൈ പൊട്ടി. ശരീരത്തിൽ മുറിവേറ്റിട്ടുണ്ട്. പുറത്തും പരിക്കുണ്ട്. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. സംഭവത്തിൽ 2 പേരെ പ്രതി ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. കൂടുതൽ പേർ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ചികിത്സയ്ക്കെത്തിയ 16കാരിയെ പീഡിപ്പിച്ച 25കാരനായ ആയുർവേദ ഡോക്ടർ പിടിയിൽ. നാദാപുരത്ത് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ 16കാരിയായ വിദ്യാർത്ഥിനിയാണ് ആയുർവേദ ഡോക്ടർ പീഡിപ്പിച്ചത്. മാഹി സ്വദേശി കല്ലാട്ട് ശ്രാവണിനെ അറസ്റ്റ് ചെയ്തു. ഇതിന് പിന്നാലെ ഇയാളെ ആശുപത്രിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതായി അധികൃതർ വ്യക്തമാക്കി. അമ്മയോടൊപ്പം ചികിത്സയ്ക്കെത്തിയ വിദ്യാർത്ഥിനിയാണ് ഇയാൾ ലൈംഗികമായി പീഡിപ്പിച്ചത്. കൊല്ലം കടക്കലിൽ CPM കോൺഗ്രസ് സംഘർഷം. ബ്രാഞ്ച് സെക്രട്ടറിക്ക് കുത്തേറ്റു. കാറ്റാടിമൂട് ബ്രാഞ്ച് സെക്രട്ടറി വിതുനാണ് കുത്തേറ്റത്. സംഘർഷത്തിൽ നിരവധി കോൺഗ്രസ് പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് അരുണിനും തലയ്ക്ക് പരിക്കേറ്റു. ഭാര്യയുടെ മാതാപിതാക്കളെ അതിക്രൂരമായി ആക്രമിച്ച യുവാവ് അറസ്റ്റിൽ. തളിക്കുളം കച്ചേരിപ്പടി സ്വദേശി കുന്നത്ത് പറമ്പിൽ വീട്ടിൽ ഷക്കീറിനെയാണ് അറസ്റ്റ് ചെയ്തത്. തിങ്കളാഴ്ച വൈകിട്ട് 6ഓടെയാണ് ഷക്കീർ ഭാര്യ താമസിക്കുന്ന പുത്തൻപീടികയിലെ വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമണം നടത്തിയത്. ഭാര്യയുടെ അച്ഛനെയും അമ്മയെയും ഇടിവള കൊണ്ടാണ് ഷക്കീർ ഇടിച്ചത്. ഇവർക്ക് പുറമെ വീട്ടിലുണ്ടായിരുന്ന മറ്റ് സ്ത്രീകളെ അസഭ്യം പറഞ്ഞ പ്രതി വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാർ തല്ലിപ്പൊളിക്കുകയും ചെയ്തു.